അഗ്നിപരീക്ഷ എപ്പിസോഡ് 5-ന്റെ റിവ്യൂ ആണ്. ഞാൻ ഏറ്റവും ആദ്യം ഇതിൻ്റെ മേക്കേഴ്സിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പരിപാടി നടത്താനായിട്ടുള്ള ഫണ്ട് ഇല്ലേ? അത്ര ദാരിദ്ര്യമാണോ? അതായത് ടാസ്ക് കാണുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ബേക്കറി പോയിട്ട് ചേട്ടാ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരു 10-20 പേർക്കുള്ള പലഹാരം എടുത്തെന്ന് പറഞ്ഞൊരു കുറച്ച് പലഹാരം കൊണ്ടുവന്ന് അവരെ കൊണ്ട് തീറ്റിച്ചിട്ട് ഇത് ആണോ എക്കാണോ, ഇതാണോ ടാസ്ക്? അല്ലെങ്കിൽ വേലി കെട്ടാനിരിക്കുന്ന കയറെടുത്തിന് വന്നിട്ട് ഈ കയറങ്ങ് പിരിച്ച് ടൈറ്റാക്കുക എന്നിട്ട് നമ്മൾ അഴിക്കുക. എടാ ഇതൊക്കെ ടാസ്ക് ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കേഴ്സ് ഓണമൊക്കെ ആയതുകൊണ്ട് ഈ ഏതെങ്കിലും എനിക്ക് തോന്നുന്നു വല്ല വായനശാലയുണ്ടല്ലോ ഓണപരിപാടിയൊക്കെ നടത്തുന്നത്, ഈ വായനശാലയുടെ വാതിക്കൽ പോയി നിൽക്കുമ്പോഴത്തേക്കും അവർ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ അതാദ്യം പോയി കാണണം. ഇതിനേക്കാൾ മികച്ച പരിപാടി ആ വായനശാല ഓണം പരിപാടിക്കകത്ത് ഉണ്ടാവും. എടേ പേര് അഗ്നിപരീക്ഷ എന്നാണ്, അഗ്നിപരീക്ഷ എന്നൊക്കെ പേരിട്ടിട്ട് ഒരുമാതിരി കുട്ടിയും കോലും നടത്തുക അല്ലെങ്കിൽ മിഠായി പെറുക്കിന് നടത്തുക, ആ ടാസ്കിന് ഇതിനേക്കാൾ കൂടുതൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഇത് എന്തോന്നാടേ ഇത്? ഒരു ടി വി ഷോയിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഏറി കയറ്റാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പേരൊക്കെ എടുത്തിട്ടിട്ട് ഇമാതിരി കൂതറ ടാസ്ക് ഒക്കെ എടുത്ത് വെച്ച് കൊടുത്ത്, അതും 4 പേരെ എവിക്റ്റ് ചെയ്യാനായിട്ടുള്ള ടാസ്കാ. അവർ തിന്നിട്ട് ഇത് ആണോ എക്കാണോ എന്ന് പറയണം. അതിൽ നിന്ന് ഏറ്റവും മോശം പെർഫോം ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം. ഏത് ഈ തിന്ന് നോക്കിയിട്ട് അത് ആണോ എക്കാണോ എന്ന് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് വേണം ഏറ്റവും ബെസ്റ്റ് പെർഫോമറേയും മോശം പെർഫോമറെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. വേറെ വല്ല പണിക്കും പോടേ ഈ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി കാണുമ്പോഴത്തേക്കും ഓരോ എപ്പിസോഡ് നമുക്ക് കണ്ടുവരുമ്പോഴത്തേക്കും ബോറടിച്ച് പോവുക. ഇന്നത്തെ ഞാനിത് ഹോട്ട്സ്റ്റാറിൽ ഈ പരിപാടി കാണുമ്പോൾ 52 മിനിറ്റ് ഉണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിൽ ഈ പരിപാടി കണ്ടു തീർത്ത്. കാരണം ഓടിച്ച് കാണും, എനിക്ക് മടുപ്പായി കണ്ടിട്ട് സത്യം പറഞ്ഞു. ഈ എപ്പിസോഡ് ഫുള്ളിരുന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഓടിച്ചു പോകാണ്ട് ഫുൾ ഒറ്റ സ്ട്രെച്ചിലിട്ട് നിങ്ങൾ ബോറടിക്കാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങളെക്കാൾ ക്ഷമയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു തരണം കേട്ടോ, എനിക്കിത് ഒട്ടുമേ വർക്കാവാത്ത ടാസ്ക് ആയിക്കോട്ടെ, വെറും കൂതറ ടാസ്ക്. ഇനി ആൾക്കാരെ പുറത്താക്കുന്ന രീതി, എന്തിൻ്റെ ബേസിൽ ആൾക്കാരെ പുറത്താക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അവിടുത്തെ മേക്കേഴ്സിന് ഇഷ്ടമുള്ള 5 പേരെ അവർ ഓൾറെഡി ഈ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 35 പേരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഈ പരിപാടി അവർ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 5 പേര് കയറും, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. ആ പരിപാടി കഴിഞ്ഞു. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിന് എപ്പോഴും ഒരു ഹൈപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി തുടങ്ങിയൊരു പരിപാടിയാണ്. കാരണം പരിപാടിയുടെ നിലവാരം വളരെ മോശമാണെന്ന് നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 1. ഇനി 2, ഈ 35 പേര് പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പൂജ പുറത്തായപ്പോൾ പൂജ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിനെപ്പറ്റിയുള്ള റീൽസൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വാഭാവികമായിട്ട് ഈ റീൽസ് പങ്കുവെച്ച് കാണും, ടോട്ടൽ വ്യൂസ് വരും. അപ്പോൾ ഇവരൊരു പരസ്യം ഇറക്കി കഴിഞ്ഞാൽ ആ പരസ്യം സോഷ്യൽ മീഡിയയിൽ വലിയ കത്തലുണ്ടാക്കില്ല. ഓഫ്ലൈനിൽ അല്ലെങ്കിൽ ടി വി ഷോസിൽ സീരിയലൊക്കെ കാണുന്ന ആൾക്കാർക്കിടയിൽ അത് വലിയ സ്വാധീനം ചെലുത്തും. നോർമൽ ഓഡിയൻസിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷോയിൽ അൺഫെയർ ആയിട്ട് തോന്നുന്ന കുറേ ആൾക്കാരെ പുറത്താക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. 35 പേര് എവിക്റ്റ് ആവും. ഒരു 10-25 പേരെങ്കിലും ഇത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു, കള്ളത്തരമാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ പങ്കുവെക്കുമ്പോൾ ഈ പരിപാടിക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവുകയും ആ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനു വേണ്ടി തുടങ്ങിയൊരു പരിപാടിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് അഗ്നിപരീക്ഷ എന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പേരാക്കണം. ഓക്കെ, ഈ കുട്ടിയും കോലെന്നോ അല്ലെങ്കിൽ അച്ഛനമ്മ കളി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പിള്ളേർ കളിക്കില്ല, അടുക്കള കളി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട് ഈ പരിപാടിയുടെ പേര് മാറ്റണം. അല്ലാണ്ട് അഗ്നിപരീക്ഷ എന്നൊരു പേര് ഈ പരിപാടിക്കൊട്ടും ചേരുന്നതല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ടാസ്ക് നടത്തിയിട്ട് എങ്ങനെയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞതാ, ഈ എക്കും ഒരു സാധനം കഴിച്ചിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് പെർഫോമറേയും മോശം പെർഫോമറേയും കണ്ടുപിടിക്കുന്നതിൻ്റെ രീതി എന്താണ്? ഇനി ഈ ബിഗ് ബോസ് ഇപ്പോൾ ഏതാണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ 32 പേരുണ്ട്. അപ്പോൾ ഈ 32 പേരിൽ 5ാമത്തെ എപ്പിസോഡിൽ അതിൽ നിന്ന് ഏറ്റവും ആദ്യം 4 ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കുന്നു. 4 ക്യാപ്റ്റന്മാരെ വെച്ച് 4 ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച 2 ടീമിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുക്കുന്നു. ഇതൊക്കെ ശരി. അവിടെ പഴവും വിഴുങ്ങിക്കൊണ്ട് നമ്മൾ സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാതെ ഇതുവരെ ഈ 5 എപ്പിസോഡിലും കാണാത്ത കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരൊന്നും ഈ നോമിനേഷനകത്ത് പോലും വരാറില്ല. അപ്പോൾ ഈ ടാസ്കോ ഞാൻ പറഞ്ഞ ഒരു കൂതറ ടാസ്ക് ഈ കൂതറ ടാസ്കിൽ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് നല്ലതോ ചീത്തതോ എന്നോ പറയാൻ പറ്റാത്തൊരു ടാസ്കിൽ നിന്ന് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. ഒന്നും ചെയ്യാണ്ട് ചൊറിയും കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് സേഫായിട്ട് മാറി നിൽക്കുന്നു. എന്തിനൊരു പരിപാടി. പിന്നെ റിവ്യൂ പറഞ്ഞ് എനിക്ക് കുറച്ച് കാശ് കിട്ടുകൊണ്ട് ഞാൻ റിവ്യൂ പറയാം. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ 4 ആൾക്കാരാണ് ഈ 4 ടീമായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ
എം യക്ക് എന്ന് പറഞ്ഞൊരു കൂതറ ടാസ്ക് അവിടെ കൊണ്ടുവരികയാണ്. ലാലേട്ടനെ ഏറി കെട്ടാൻ വേണ്ടി പുള്ളിയുടെ പേരെടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം രാജേഷ് വന്ന് പെർഫോം ചെയ്യുന്നു ഫസ്റ്റ്. പിന്നീട് ഞാൻ എല്ലാവരുടെയും പെർഫോമൻസിനെ ഓടിച്ചിട്ടാണ് കണ്ടത്. രാജേഷ് നല്ല പെർഫോം ചെയ്തായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ കുറച്ചുകൂടെ എൻ്റർടൈൻ ഒക്കെ ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ടാസ്കിൽ പുള്ളി വിൻ ചെയ്തില്ല എന്നുള്ളതല്ല, പുള്ളി ഒരു എൻ്റർടൈൻമെൻറ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. 40 പേരിൽ കുറച്ചെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരുന്നത് പുള്ളി മാത്രമാണ്. അല്ലാണ്ട് വേറെ ആരും അവിടെ അങ്ങനെ ഒരു എൻ്റർടൈനറായിട്ട് അവിടെ ആരും ഇല്ല. ഇനി ഈ സത്യം പറഞ്ഞ ബോറടിയാണ് എനിക്കിത് പറയാനായിട്ട്. ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ടാസ്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ടാസ്കിൽ നിന്ന് 4 ടീമിൻ്റെയും ടാസ്ക് കഴിയുക. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് 3ാമത്തെ 4ാമത്തെ ടീം വന്നപ്പോഴത്തേക്കും ടൈ ആയി. അവർ ഈ വേറൊരു കോമഡി ഉണ്ട്, ഈ ഫുഡ് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റൊക്കെ നക്കി നോക്കിയിട്ടും തിന്ന് നോക്കിയിട്ടും അത് എം ആണോ എക്കാണോ എന്ന് പറയണം. ആ ഫുഡ് ഐറ്റം അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളിപ്പോൾ കുറേ ജ്യൂസ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു ലിക്വിഡ് വെച്ചിട്ട് അതിൽ നിന്നാണ് എമ്മോ എക്കോ, അപ്പോൾ അതിൽ നിന്ന് എന്താണ് മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അല്ലാണ്ട് സാൻഡ്വിച്ച്, ഓറിയോ, അതാ ഞാൻ പറഞ്ഞു, മേക്കേഴ്സ് നേരെ പോയിട്ട് അപ്പുറത്തെ ബേക്കറി പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വരിക. ചേട്ടാ വീട്ടിൽ കുറച്ച് ബന്ധുക്കൾ വന്നു, ഒരു 10-25 പേരുണ്ട് എല്ലാം കൂടെ, അപ്പോൾ എല്ലാവർക്കും ഉള്ള കുറച്ച് മറ്റേ പൊരിപ്പലഹാരങ്ങൾ ഇങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതൊരു കവറിൽ പൊട്ടിച്ചിട്ടിട്ട് ഷോ നടത്തി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പരിപാടി കഴിഞ്ഞ് വളരെ 10-25 രൂപയ്ക്ക് പരിപാടി തീരും. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിൻ്റെ മേക്കേഴ്സേ പറ്റുമെങ്കിലും നമ്മുടെ മറ്റേ ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലവേഴ്സിലൊരു ഷോയൊക്കെ ഉണ്ട്, അവരുടെ ഗെയിം ഷോയൊക്കെ പോയിരുന്ന് കാണും. ഈ മറ്റേ റോഡീസൊന്നും പോയി കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മലയാളത്തിലെ സ്റ്റാർ മാജിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓണപ്പരിപാടിയുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓണപ്പരിപാടി നടത്തുന്ന ഏതെങ്കിലും ഒരു വായനശാലയിൽ പോയിട്ട് അവരുടെ പരിപാടികൾ കാണും. അപ്പം നല്ല കുറേ ടാസ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ടാസ്ക് ഒക്കെ വെച്ച് നടത്തിയിട്ട് എന്ത് കാര്യത്തിന്? അപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കണ്ടു. പിന്നെ അപ്പോൾ ചില ആൾക്കാർ പറയും, അല്ലോ ആ ഓറിയോ ബിസ്ക്കറ്റിനകത്ത് അതിൻ്റെ മറ്റേ ക്രീം മാറ്റിയിട്ട് അതിനകത്ത് മറ്റേ പുളിയും മറ്റേ എരിവൊക്കെ നിറച്ച് വെച്ചിരിക്കുക. ഒന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് സംശയം തോന്നുക, ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എമ്മോ എക്കോ എന്ന് പറയാനായിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിച്ചാലോ, അതുകൊണ്ട് അവർക്ക് തെറ്റിപ്പോകുന്ന. അല്ലാണ്ട് എടാ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മറ്റേ പാൻ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മറ്റേ അതിനകത്തൊക്കെ എന്ത്, പിന്നെ ഇവര് ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ടാസ്ക് നടത്തുന്ന ആൾക്കാർ ഇനി പാൻ കേക്ക് ഈ ടാസ്കിന് വേണ്ടി പ്രത്യേകം മേക്ക് ചെയ്ത് അതിനകത്ത് മറ്റേ അല്ലാത്ത സാധനമൊക്കെ നിറച്ച് വെക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ? അങ്ങനെ കുറേ പരിപാടി ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. വേറൊരു കോമഡി, 4ാമത്തെയും 3ാമത്തെ ടീം ടൈ ആയ സമയത്ത് എവിടുന്നോ ഒരു കയറും പിടിച്ചുകൊണ്ട് വരിക. പോത്തിനെ കെട്ടിയിട്ട കയറാണ് തോന്നുന്നത്. അതായത് ഈ സ്റ്റുഡിയോയുടെ ബാക്കിൽ വല്ല ഇറച്ചിക്കട ഉണ്ടാവും, അതിനകത്ത് പോത്തിനെ കെട്ടിയിരുന്ന ഒരു കയറഴിച്ചുകൊണ്ട് വന്നിട്ട് ആ കയറുകൊണ്ട് പറയാണ് ഊരാ കൂടി കിടണം, എന്നിട്ട് നിങ്ങൾ സ്വാപ്പ് ചെയ്തിട്ട് അഴിക്കണം. അതാണ് വേറൊരു ടാസ്ക്. ഏതാ? 4 പേരെ ബിഗ് ബോസിലെ പെർഫോമൻസ് നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ടാസ്ക്കാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. അയ്യോ എന്ത് ഭയാനകമായിട്ടുള്ള, എന്ത് പാടാണല്ലേ ഈ ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട്. ആ സ്റ്റുഡിയോയിൽ സ്പേസ് ഇല്ലേ? പല ഗ്രൗണ്ട് വാടകയൊക്കെ എടുത്തിട്ട് ഇവരെ ഒന്ന് 10 റൗണ്ട് ഓടിച്ചോ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ രസം തോന്നണ്ടേ? അല്ല അവരുടെ വാക്ചാതുര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് കൊടുക്കും, അവരവിടെ നിന്ന് പ്രസംഗിക്കട്ടെ. നമുക്കതൊന്നും താല്പര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി 5 പേരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്ന പോലെ 40 നിന്ന് ഓൾറെഡി 5 പേര് സെലക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പോലെ PSC ടെസ്റ്റ് നടത്തും, പക്ഷെ ഞങ്ങൾ ആരെയും ജോലിക്ക് കയറ്റില്ല. ഞങ്ങൾ ഇന്റർവ്യൂ നടത്തും, പക്ഷെ ആരെയും ജോലിക്ക് എടുക്കില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ 40 പേരെ വെച്ചിട്ട് ഷോയൊക്കെ നടത്തും. അതിൽ ആര് നന്നായിട്ട് പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങളുടെ 5 പേരെ അങ്ങ് എടുക്കും. ബാക്കി 35 പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോയ്ക്ക് ചെയ്ത് ഞങ്ങളുടെ ഷോയ്ക്ക് കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കി തരണം. ഇതാണ് അവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തൊക്കെ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കുറേ സ്മൈലീസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കയറ് ടാസ്കിനകത്ത് ഞാൻ കൂതറ ടാസ്ക് എന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇന്നത്തെ എപ്പിസോഡ് വേറെ എന്ത് പറയാനാണ്? ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ബോറടിയാണ്. നമ്മളെന്ത് പറയാൻ? ഇങ്ങനൊരു ടാസ്ക് കൊണ്ട് വെച്ചിട്ട് അവിടെ ജഡ്ജസ് റനീഷയൊക്കെ അവിടെ മറ്റേ ഒരു കസേര ഇരുന്നിട്ട് എമ്മോറിയക് എന്നും പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജഡ്ജസ് 3 പേര് അവിടെ ഈച്ച അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടക്ക് എനിക്ക് തോന്നുന്നു ജഡ്ജസ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ആദ്യം ഞങ്ങളുടെ കുറച്ച് ഫൂട്ടേജ് എടുത്ത് വെച്ചോ, എന്നിട്ട് അവരവിടെ കിടന്ന് ടാസ്ക് കളിക്കുമ്പോഴത്തേക്കും മറ്റേ എഡിറ്റർ ഇങ്ങനെ വെട്ടിയിട്ട് പീസാക്കി ഇടക്കിടക്കൊന്ന് ജഡ്ജസ് അവിടെ ഇരിപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി 3-4 ഫൂട്ടേജ് കയറ്റി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. പിന്നെ റിയാസ് ഒബിയസ്ലി നമുക്കറിയാം ആരെയൊക്കെ സേവ് ചെയ്യും. അഖിൽ മരാറ വന്ന് 2 ആണുങ്ങളെ സേവ് ചെയ്യുന്നു, രഞ്ജിനി വന്ന് 2 പെണ്ണുങ്ങളെ സേവ് ചെയ്യുന്നു, റിയാസ് വന്നിട്ട് മറ്റേ ബ്രൗൺ സ്കിൻ ആണെന്നും പറഞ്ഞൊരു പെൺകുട്ടിയെ സേവ് ചെയ്യുന്നു. ആ പെൺകുട്ടി ഞാൻ പിന്നെ കണ്ടിട്ടുകൂടിയില്ല. ഫസ്റ്റ് എപ്പിസോഡിൽ ബ്രൗൺ സ്കിൻ എന്ന് പറഞ്ഞാലാണ്ട് പിന്നെ ആ പെൺകുട്ടി വാ തുറന്ന് സംസാരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡിൽ.
ഇനിയിപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ജനങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിയെടുത്ത് പൂത്തി വെച്ചിരിക്കുകയാണോ, മറ്റാരും കാണേണ്ട പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് ഞങ്ങൾ നിന്നെ മാറ്റിയങ്ങ് വെച്ചേക്കാം എന്ന ലൈനിൽ നിങ്ങളെടുത്ത് മാറ്റി വെച്ചേക്കാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര ബോറടി പരിപാടി, അല്ലെങ്കിൽ ഭയങ്കര ഒരു കൂതറ പരിപാടിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഇപ്പം ഇതിനെ ഫീൽ ചെയ്യുന്നത്. പറയാൻ തന്നെ മടുപ്പാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് അഗ്നിപരീക്ഷ എന്നുള്ള പേരെങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾ മാറ്റണം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് വേണം ഈ പരിപാടി നടത്താനായിട്ട്. പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കായില്ല. ഉള്ള കാര്യം ഉള്ള പോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേ ഇനിയുള്ള എപ്പിസോഡെങ്കിലും, കാരണം ഷൂട്ട് ഇപ്പോൾ ഓൾറെഡി കുറേ എപ്പിസോഡിൻ്റെ തീർത്ത് വെച്ചിരിക്കുകയാണ്. 10-12 എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. 12-15 എന്തോ. ബാക്കിയുള്ള എപ്പിസോഡേ ഇനി മിച്ചമുള്ളൂ. ആ മിച്ചമുള്ള എപ്പിസോഡെങ്കിലും മര്യാദക്ക് നടത്തൂ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ബൈ.